എസെക്കിയേൽ 16 അധ്യായം 1 മുതൽ 63 വരെയുള്ള വാക്യങ്ങൾ. അവിശ്വസ്തനായ ജെറുസലേം, കർത്താവ് വീണ്ടും എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്രാ, ജെറുസലേമിനെ അവളുടെ മ്ലേച്ഛതകൾ ബോധ്യപ്പെടുത്തുക. ദൈവമായ കർത്താവ് ജെറുസലേമിനോട് അരുളി ചെയ്യുന്നു, നിന്റെ മൃതദേശവും ജെറുസലേം ജനനസ്ഥലവും കാനാനാണ്. നിന്റെ പിതാവ് അമരോന്യനും മാതാവ് ഹിത്യയുമാണ്. നീ ജനിച്ച ദിവസം നിന്റെ പെൺകിടങ്ങൾ പൊക്കിൾ കൊടി മുറിച്ചിരുന്നില്ല. നിന്നെ കുളിപ്പിച്ച് ശുദ്ധി വരുത്തിയില്ല. ദേഹത്ത് ഉപ്പ് പുരട്ടുകയോ വെള്ളക്കച്ചയിൽ പൊതിയുകയോ ചെയ്തിരുന്നില്ല. ഇവയിൽ ഒന്നെങ്കിലും ചെയ്യാൻ ആർക്കും ദയ തോന്നിയില്ല. ജനിച്ച ദിവസം തന്നെ നീ വറുക്കപ്പെടുകയും വെളിപ്രദേശത്ത് ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. ഞാൻ നിന്റെ അടുക്കലൂടെ കടന്നു പോയപ്പോൾ നീ ചോരയിൽ കിടന്നുരുന്നത് കണ്ട് നിന്നോട് പറഞ്ഞു, ജീവിക്കുക, വയലിലെ ചെടികളെ പോലെ വളരുക. നീ വളർന്ന പൂർണ്ണ യവനം പ്രാപിച്ച് നിന്റെ മാറിടം വളർന്ന് മുടി തഴച്ച്, എങ്കിലും നീ നഗ്നയും അനാവൃതമായിരിക്കുന്നു. ഞാൻ വീണ്ടും നിന്റെ അടുക്കലൂടെ കടന്നുപോയപ്പോൾ നിന്നെ നോക്കി, നിനക്ക് വിവാഹപ്രായമായെന്ന് ഞാൻ മനസ്സിലാക്കി. എന്റെ മേലകി കൊണ്ട് നിന്റെ നഗ്നത ഞാൻ മറച്ചു. ഞാൻ നിന്നോട് സ്നേഹ വാഗ്ദാനത്തോടെ ഒരു ഉടമ്പടി ചെയ്തു. അങ്ങനെ നീ എന്റേതായി തീർന്നു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ കുളിപ്പിച്ച് രക്ത കഴുകി കളഞ്ഞ് തൈലം പൂശി, ഞാൻ നിന്നെ ചിത്രത്തിനുള്ളിലുള്ള വസ്ത്രങ്ങൾ ധരിപ്പിച്ചു, തുകൽ ചെരുപ്പുകൾ അണിയിച്ചു, ചമച്ചരട് അരയിൽ കെട്ടുകയും പട്ടുടുപ്പ് അണിയിക്കുകയും ചെയ്തു. ഞാൻ നിന്നെ ആഭരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചു, കൈകളിൽ വളയും കഴുത്തിൽ മാലയും ഇട്ടു. ഞാൻ നിന്നെ മുക്കുത്തിയും കമ്മലുകളും ധരിപ്പിച്ചു. നിന്റെ തലയിൽ മനോഹരമായ കിരീടം ചാർത്തി. സ്വർണ്ണവും വെള്ളിയും കൊണ്ട് നീ അലങ്കൃതയായി. നേരത്തെ ചാണവും പട്ടു ചിത്രത്തിനുള്ള വസ്ത്രവുമായിരുന്നു നിന്റെ വേഷം. നേരത്തെ മാവും തേനും എണ്ണയുമായിരുന്നു നിന്റെ ആഹാരം. നീ അതീവ സുന്ദരിയായി വളർന്ന് രാജകീയ പ്രൗഢി യാചിച്ചു. സൗന്ദര്യം കൊണ്ട് നീ ജനതകളുടെ ഇടയിൽ പ്രശസ്തയായി. എന്തെന്നാൽ ഞാൻ നൽകിയ കാന്തി അതിന് പൂർണ്ണത നൽകാൻ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. എന്നാൽ നീ എന്റെ സൗന്ദര്യത്തിൽ മതിമറന്നു. നിന്റെ കീർത്തിയുടെ ബലത്തിൽ നീ വേശ്യാവൃത്തിയിൽ അറിയപ്പെട്ടു. ഏത് വഴി പോക്കനുമായി നീ വേശ്യാവൃത്തിയിൽ മുഴുകി. നിന്റെ വസതികളിൽ ചിലതെ എടുത്തു. ഉന്നത മണ്ഡപങ്ങൾ അലങ്കരിച്ച് അവയിൽ വെച്ച് വ്യഭിചാരം ചെയ്തു. ഇങ്ങനെയൊന്നും ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. ഞാൻ നൽകിയ സ്വർണ്ണവും വെള്ളിയും കൊണ്ടുള്ള ആഭരണങ്ങൾ കൊടുത്ത് മനുഷ്യരൂപങ്ങൾ ഉണ്ടാക്കി അവയുമായി നീ വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടു. ചിത്രത്തിനുള്ളിലുള്ള നിന്റെ വസ്ത്രങ്ങൾ നീ അവയെ അണിയിച്ചു. എന്റെ തൈലവും ധൂപവും അവയ്ക്ക് മുൻപിൽ നീ സമർപ്പിച്ചു. ഞാൻ നിനക്ക് ആഹാരത്തിന് നൽകിയ നേരിയ മാവും എണ്ണയും തേനും നീ അവയുടെ മുൻപിൽ പരിമളദ്രവ്യമാക്കി അർപ്പിച്ചു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എനിക്ക് നിന്നിൽ ജനിച്ച പുത്രിമാരെയും നീ അവയ്ക്ക് ഭോജനമായി ബലി അർപ്പിച്ചു. നിന്റെ വേശ്യാവൃത്തി കൊണ്ട് മതിവരാനിട്ടാണോ നീ എന്റെ കുട്ടികളെ വധിക്കുകയും അവയ്ക്ക് ദഹനബലി അർപ്പിക്കുകയും ചെയ്തത്? ചെറുപ്പത്തിൽ നഗ്നയും അനാവൃദ്ധയുമായി ചോരയിൽ കുളിച്ച് കിടന്നത് നീ നിന്റെ മ്ലേച്ഛതകൾക്കും വ്യഭിചാരത്തിനും ഇടയ്ക്ക് ഓർമ്മിച്ചില്ല. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ദുരിതം, നിനക്ക് ദുരിതം. നിന്റെ എല്ലാ ദുഷ്കൃത്യങ്ങൾക്ക് ശേഷം നീ ഓരോ തെരുവിലും ഭദ്രപീഠവും ഉന്നത മണ്ഡപവും നിർമ്മിച്ചു. ഓരോ വഴിവക്കിലും നീ ഉന്നത മണ്ഡപങ്ങൾ ഉണ്ടാക്കി. അവിടെ നിന്റെ സൗന്ദര്യം നീ ദുരുപയോഗപ്പെടുത്തി. വഴിപോക്കരെല്ലാം നിങ്ങൾ തന്നെ നൽകി നീ വ്യഭിചാരം നടത്തി. നിന്റെ അയൽക്കാരുമായി ഈജിപ്തുകാരുമായി നീ വ്യഭിചരിച്ചു. വ്യഭിചാരത്തിൽ മുഴുകി നീ എന്നെ പ്രകോപിച്ചു. അതുകൊണ്ട് നിനക്കെതിരെ ഞാൻ കരം നീട്ടി. നിന്റെ ഓഹരി വെട്ടിക്കുറച്ചു. നിന്നെ വെറുക്കുന്നവരിൽ നിന്റെ മ്ലേച്ഛ സ്വഭാവത്തിൽ ലജ്ജിതരുമായ ഫിലിസ്തീയ പുത്രിമാർക്ക് നിന്നെ ഞാൻ വിട്ടുകൊടുത്തു. മതി വരാനിട്ടും നീ അസീസിയരോടൊത്ത് വ്യഭിചരിച്ചു. അവരുമായി സംതൃപ്തയായില്ല. വ്യഭിചാരികളായ കൽദൂയായി നീ വ്യഭിചാരത്തിൽ മുഴുക്കി. എന്നിട്ട് നീ സംതൃപ്തിയായില്ല. ലജ്ജയില്ലാത്ത വേശ്യയെ പോലെ നീ ചെയ്യുന്ന ഈ പ്രവൃത്തികൾ നീ എത്ര കാമത്തുരയാണെന്ന് വ്യക്തമാക്കുന്നു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, കവലകളിൽ ഭദ്രപീഠവും പൊതുസ്ഥലങ്ങളിൽ ഉന്നത മണ്ഡലങ്ങളും നീ സ്ഥാപിച്ചു. എന്നാൽ പ്രതിഫലം വെറുത്തിരുന്നതിനാൽ വേശ്യയെ പോലെ ആയിരുന്നില്ല. കർത്താവിന് പകരം അന്യപുരുഷന്മാരെ സ്വീകരിക്കുന്ന സൗരനീയായ ഭാര്യയെ പോലെയാണ് നീ. വേശ്യകൾ പ്രതിഫലം സ്വീകരിക്കുന്നു, നീ ആകട്ടെ കാമുകന്മാർക്ക് പ്രതിഫലം കൊടുക്കുന്നു. വ്യഭിചാരത്തിനായി നാനാഭാഗത്തു നിന്ന് നിന്റെ അടുത്ത് എത്തിച്ചേരാൻ നീ അവർക്ക് കൂലി കൊടുക്കുന്നു. വ്യഭിചാരത്തിന്റെ കാര്യത്തിൽ നീ മറ്റ് സ്ത്രീകളിൽ നിന്ന് വ്യത്യസ്തയാണ്. ആരും വ്യഭിചാരത്തിനായി നിന്നെ ക്ഷണിച്ചില്ല. നീ അങ്ങോട്ട് പ്രതിഫലം നൽകുന്നു, നിനക്ക് പ്രതിഫലം ലഭിക്കുന്നില്ല. അതാണ് നിനക്ക് ഉള്ള വ്യത്യാസം. സാരികെ, കർത്താവിന്റെ വചനം കേൾക്കുക. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നീ കാമുകന്മാരോടൊപ്പം വ്യഭിചാരത്തിൽ നിർജ്ജനം നിന്റെ നഗ്നത തുറന്നു കാട്ടി. നീ വിഗ്രഹങ്ങൾ നിർമ്മിക്കുകയും നിന്റെ മക്കളുടെ രക്തം അവയ്ക്ക് അർപ്പിക്കുകയും ചെയ്തു. അതിനാൽ നിന്നോടൊപ്പം രമിച്ച എല്ലാ കാമുകന്മാരെയും നീ സ്നേഹിക്കുകയും വെറുക്കുകയും ചെയ്ത എല്ലാവരെയും ഞാൻ ഒരുമിച്ച് കൂട്ടും. അവർ കാണേണ്ടതിന് അവരെ നിനക്ക് ചുറ്റും ഒരുമിച്ച് കൂട്ടും. അവരുടെ മുൻപിൽ നിന്റെ നഗ്നത ഞാൻ അനാവരണം ചെയ്യും. വിവാഹബന്ധം വിച്ഛേദിക്കുകയും കൊലപാതകം നടത്തുകയും ചെയ്യുന്ന സ്ത്രീകളെ വധിക്കുന്നത് പോലെ നിന്നെയും ഞാൻ വിധിക്കും. ക്രോധത്തിനോട് അസൂയയോടും കൂടി ഞാൻ നിന്നെ രക്തത്തിലാഴ്ത്തും. ഞാൻ നിന്റെ കാമുകന്മാരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കും. അവർ നിന്റെ ഭദ്രപീഠങ്ങൾ തട്ടി തകർക്കുകയും ഉന്നത മണ്ഡപങ്ങൾ ഇടിച്ചു നിരത്തുകയും ചെയ്യും. നിന്റെ വസ്തുക്കൾ അവർ കളയുകയും ആഭരണങ്ങൾ അവർ അപഹരിക്കുകയും അവർ നിന്നെ നഗ്നയും അനാവൃത്തയുമായി ഉപേക്ഷിക്കും. അവർ നിനക്കെതിരെ സൈന്യത്തെ അണിനിരത്തും. അവർ നിന്നെ കല്ലെറിയുകയും വാളുകൊണ്ട് വെട്ടി നിർത്തുകയും ചെയ്യും. നിന്റെ ഭവനങ്ങൾ അവർ അഗ്നിക്കിരയാക്കും. അനേകം സ്ത്രീകളുടെ കൺമുമ്പിൽ വെച്ച് നിന്റെ മേൽ അവർ ശിക്ഷാവിധി നടപ്പിലാക്കും. നിന്റെ വ്യഭിചാരം ഞാൻ അവസാനിപ്പിക്കുകയില്ല. അങ്ങനെ എന്റെ കോപം നിന്റെ മേൽ പ്രയോഗിച്ച് ഞാൻ തൃപ്തിയടയും. എന്റെ അസൂയ നിന്നെ വിട്ടകലും. ഞാൻ കോപമടക്കി ശാന്തനാകും. നീ നിന്റെ ചെറുപ്പകാലം വിസ്മരിക്കുകയും ഇത്തരം പ്രവൃത്തികൾ കൊണ്ട് എന്റെ ക്രോധം ജ്വലിപ്പിക്കുകയും ചെയ്തതിനാൽ നിന്റെ തെറ്റുകൾക്കുള്ള ശിക്ഷ നിന്റെ തലയിൽ ഞാൻ തന്നെ വരുത്തും. നിന്റെ എല്ലാ മ്ലേച്ഛതകൾക്ക് ഉപരിയായി നീ വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടല്ലോ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, പഴഞ്ചൊല്ല് ഇഷ്ടപ്പെടുന്നവർ നിന്നെപ്പറ്റി അമ്മയെ പോലെ മക്കൾ എന്ന പരമതി ഉപയോഗിക്കും. ഭർത്താവിനെയും കുട്ടികളെയും വെറുത്ത അമ്മയുടെ മകളാണ് നീ. ഭർത്താക്കന്മാരെയും കുട്ടികളെയും വെറുത്ത സഹോദരിമാരുടെ സഹോദരിയാണ് നീ. നിന്റെ മാതാവ് ഹിത്യയും പിതാവ് അമരോന്യനുമാണ്. നിന്റെ മൂത്ത സഹോദരി സമരിയാണ്. അവൾ തന്റെ പെൺമക്കളോടൊത്ത് നിന്റെ വടക്കു വശത്ത് താമസിച്ചു. നിന്റെ ഇളയ സഹോദരി സ്വതോമാണ്. അവൾ തന്റെ പെൺമക്കളോടൊത്ത് നിന്റെ തെക്ക് വശത്ത് താമസിച്ചു. അവരുടെ പാതയിൽ ചലിച്ചത് കൊണ്ട് നിനക്ക് മതിയായില്ല. അവരുടെ മ്ലേച്ഛതകൾ കൊണ്ട് നിനക്ക് തൃപ്തി വന്നില്ല. അതൊക്കെ നിസ്സാരമെന്ന ഭാവത്തിൽ എല്ലാ തരത്തിലും നീ അവരെക്കാൾ വശമായി. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണ് നീയും നിന്റെ സഹോദരിയായ സ്വതോമും അവളുടെ പുത്രിമാരും ചെയ്തിട്ടില്ല. നിന്റെ സഹോദരിയായ സ്വതോമിന്റെ തെറ്റില്ലായിരുന്നു. പ്രൗഢിയും ഭക്ഷ്യസമൃദ്ധിയും സമാധാനവും സ്വസ്ഥതയും ഉണ്ടായിട്ടും അവളും അവളുടെ പുത്രിമാരും നിർദ്ദയരെയും അഗതികളെയും തുണച്ചില്ല. അവർ ഗർഭിഷ്ഠരായിരുന്നു. എന്റെ മുൻപിൽ അവർ മ്ലേച്ഛതകൾ പ്രവർത്തിച്ചു. അതുകൊണ്ട് ഞാൻ അവരെ നിർമ്മാർജ്ജനം ചെയ്തു.
നീ ചെയ്ത തിന്മയുടെ പകുതി പോലും സമരിയ ചെയ്തില്ല. നീ അവരെക്കാൾ കൂടുതൽ മ്ലേച്ഛത പ്രവർത്തിച്ചു. നീ പ്രവർത്തിച്ച മ്ലേച്ഛതകൾ കണക്കിലെടുത്താൽ നിന്റെ സഹോദരികൾ നീതി ഉള്ളവരായി തോന്നും. തന്റെ അവമതി നീ സഹിക്കണം. നിന്റെ സഹോദരിമാരെക്കാൾ എന്റെ മ്ലേച്ഛതകൾ നീ പ്രവർത്തിച്ചതിനാൽ നിന്നോട് തുലനം ചെയ്യുമ്പോൾ അവർ നിഷ്കളങ്കരായി തോന്നും. ലജിച്ച് അപമാനം ഏൽക്കുക. എന്തെന്നാൽ നിന്റെ സഹോദരിമാർ നീതി ഉള്ളവരെന്ന് തോന്നിക്കാൻ നീ ഇടയാക്കി. സൊദോമിന്റെയും അവളുടെ പുത്രിമാരെയും സമരിയയുടെയും അവളുടെ പുത്രിമാരെയും സുസ്ഥിതി ഞാൻ പുനഃസ്ഥാപിക്കും. അതോടൊപ്പം അവരുടെ മദ്യത്തിന്റെ സുസ്ഥിതിയും ഞാൻ പുനഃസ്ഥാപിക്കും. അങ്ങനെ അവർക്ക് ഒരു ആശ്വാസമാകത്തക്ക വിധം നീ ചെയ്ത പ്രവൃത്തികളെ കുറിച്ച് നീ ലജ്ജിച്ച് അപമാനമേൽക്കും. നിന്റെ സഹോദരിമാരായ സൊദോമും സമരിയയും അവരുടെ പുത്രിമാരും തങ്ങളുടെ പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങി വരും. നീ നിന്റെ പുത്രിമാരെ നിങ്ങളുടെ പൂർവ്വസ്ഥിതി പ്രാപിക്കും. നിന്റെ ദുഷ്ടതകൾ വെളിപ്പെടുത്തുന്നതിന് മുൻപ് നീ അഹങ്കരിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ സഹോദരിയായ സോദാമിന്റെ പേരിച്ചിരിക്കാൻ നിന്റെ അതരങ്ങൾ ഇരുന്നില്ലേ? ഇപ്പോൾ നിന്റെ അധിക്ഷേപിക്കുന്നവർക്കായി നിന്റെ ചുറ്റുമുള്ള ഏതോ പുത്രിമാർക്കും അവളുടെ അയൽക്കാർക്കും ഫലസ്തീയ പുത്രിമാർക്കും നീയും അവളെ പോലെ പരിഹാസപാത്രമായിരിക്കുന്നു. നിന്റെ വ്യഭിചാരത്തിന്റെയും മ്ലേച്ഛതയുടെയും ശിക്ഷ നീ ഏൽക്കും. കർത്താവ് അരുൾ ചെയ്യുന്നു. ശാശ്വതമായ ഉടമ്പടി ദയവായി കർത്താവ് അരുൾ ചെയ്യുന്നു. നീ പ്രവർത്തിച്ചതുപോലെ നിന്നോട് ഞാൻ പ്രവർത്തിക്കും. നീ ഉടമ്പടി ലംഘിച്ചത് പ്രതിജ്ഞ അവഹേളിച്ചു. എങ്കിലും നിന്റെ യൗവനത്തിൽ നിന്നോട് ചെയ്ത ഉടമ്പടി ഞാൻ ഓർമ്മിക്കും. നീയുമായി ശാശ്വതമായ ഒരു ഉടമ്പടി സ്ഥാപിക്കുകയും ചെയ്യും. നിന്റെ പ്രവൃത്തികൾ അപ്പോൾ നീ ഓർമ്മിക്കും. നിന്റെ മൂത്തതും ഇളയതുമായ സഹോദരിമാരെ ഉടമ്പടി പ്രകാരം അല്ലാതെ തന്നെ നിനക്ക് ഞാൻ പുത്രിമാരായി നൽകും. അവരെ സ്വീകരിക്കുമ്പോൾ നീ ലജ്ജിക്കും. നീയുമായി ഞാൻ ഒരു ഉടമ്പടി സ്ഥാപിക്കും. ഞാനാണ് കർത്താവ് എന്നപ്പോൾ നീ അറിയും. അങ്ങനെ നിന്റെ പ്രവൃത്തികൾക്ക് ഞാൻ മാപ്പ് നൽകുമ്പോൾ നീ അവരെ ഓർത്ത് ലജ്ജിച്ച് മൗനം ഭജിക്കും. ദൈവമായ കർത്താവ് അറിയിച്ചിരുന്നു. ദൈവജമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ക്രിസ്ത്യാനിയെ സ്തുതിക്കാം.